നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാരക മയക്കുമരുന്നുകളുമായി കുപ്രസിദ്ധ ഗുണ്ട തളിക്കുളത്ത് പോലീസിന്റെ പിടിയിലായി. കണ്ടശങ്കടവ് പാലത്തിനോട് ചേർന്ന റോഡിലെ മരങ്ങൾ അപകട ഭീഷണിയാകുന്നു. നാലമ്പല തീർത്ഥാടനത്തിന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രമൊരുങ്ങി. വാർത്തകൾ വിശദമായി. മാരക മയക്കുമരുന്നുകളുമായി കുപ്രസിദ്ധ ഗുണ്ട തളിക്കുളത്ത് നിന്ന് പോലീസിന്റെ പിടിയിലായി. മാള സ്വദേശി 34 വയസ്സുള്ള വിശാലാണ് അറസ്റ്റിലായത്. 25 ഗ്രാം MDMA, 3.5 കിലോഗ്രാം കഞ്ചാവ്, 3 ഗ്രാം ഹാഷിഷ് ഓയിൽ എന്നിവ ഇയാളിൽ നിന്ന് കണ്ടെത്തി. മൊത്തവിതരണക്കാർക്ക് കൈമാറുന്നതിനായി കൊണ്ടുവന്നതായിരുന്നു ലഹരി വസ്തുക്കൾ. ഇതിനായി ഇടപാടുകാരെ കാത്തുനിൽക്കുന്നതിനിടയിലാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. നിരവധി ലഹരിക്കടത്ത് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇയാളെ നാളുകളായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 7 കിലോ ഹാഷിഷ് ഓയിൽ പിടികൂടിയ കേസിലെ മുഖ്യപ്രതിയാണ്. ഒളിവിൽ കഴിയുന്നതിനിടെയാണ് വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇയാൾ മാള പോലീസ് സ്റ്റേഷനിലെ സ്ഥിരം റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമാണ്. തൃശൂർ ജില്ലാ ഡാൻസ് ഓഫ് ടീം, വാടാനപ്പള്ളി പോലീസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ വലയിലാക്കിയത്. കണ്ടശങ്കടവ് പാലത്തിനോട് ചേർന്ന റോഡിന്റെ ഇരുവശങ്ങളിലുമായി നിൽക്കുന്ന വൻമരങ്ങൾ അപകട ഭീഷണിയാകുന്നു. ഒടിഞ്ഞു വീഴാനും കടപുഴകി വീഴാനും സാധ്യത ഉള്ളവയാണ് കാലപ്പഴക്കം ചെന്ന ഈ മരങ്ങൾ. മാസങ്ങൾക്ക് മുൻപ് പൊതുമരാമത്ത് അധികൃതർ മരങ്ങളുടെ ഉണങ്ങിയ ചില്ലുകൾ മുറിച്ചു മാറ്റിയെങ്കിലും വലിയ കൊമ്പുകൾ വീണ്ടും ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. മഴയിൽ കുതിർന്ന ഇത്തരം ചില്ലകൾ ഒടിഞ്ഞു വീണ് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപേ ഇവ മുറിച്ചു മാറ്റി യാത്രക്കാരുടെ ആശങ്ക അകറ്റണമെന്നാണ് ആവശ്യം. പാലത്തിനോട് ചേർന്ന് നിൽക്കുന്ന മരം വളർന്ന് മതിലിന്റെ കല്ലിളക്കി എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താവുന്ന അവസ്ഥയിലുമാണ്. നിമിഷങ്ങൾക്കുള്ളിൽ നിരവധി വാഹനങ്ങൾ പോകുന്ന പ്രധാന പാതയാണിത്. കൂടാതെ സമീപത്തെ സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികൾ വന്നു പോകുന്നതും ഇതിലൂടെയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന ഈ മരങ്ങൾ അധികാരികൾ ഇടപെട്ട് എത്രയും വേഗം മുറിച്ചു മാറ്റണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ വർഗീസ് പി ചാക്കോ, ജോയ്മോൻ പള്ളിക്കുന്നത്ത്, TD ജോവി, പ്രവീൺജിത്ത്, EJ ജെയ്സൺ, TJ മേജോ എന്നിവർ ആവശ്യപ്പെട്ടു. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള മരങ്ങളാണ് അവിടെ നിൽക്കുന്നത്. ഈ മരങ്ങൾ മുറിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായില്ല. പക്ഷേ അപകടമാണ് ഇവിടെ വരാൻ പോകുന്നത്. അപകടം വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഞങ്ങൾ ഇടപെടാൻ കാരണം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് കണ്ടശാല പാലത്തിൻ്റെ വടക്ക് തെക്ക് ഭാഗത്തുള്ള 2 മരങ്ങൾ അടി ഏകദേശം കല്ലൊക്കെ ഇളകി വീഴാറായി കഴിഞ്ഞു. ഏകദേശം എല്ലാ 2 സൈഡിലേക്കും ഒരു 2 മീറ്റർ ഇത് ചെരിഞ്ഞ് കാണുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ആ പീടികയുടെ മുമ്പിൽ മരങ്ങളെ പീടികം തൊട്ട് നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ പലവട്ടം അപേക്ഷ കൊടുത്തിരുന്നു. എന്നാൽ ഇന്നലെ വീണ്ടും അത് ഫാക്സ് അയച്ചിട്ടുണ്ട്. ഇതിന് എത്രയും പെട്ടെന്ന് PWD ബ്രിഡ്ജ് സെക്ഷൻ നടപടികൾ സ്വീകരിക്കുന്നു. നാലമ്പല തീർത്ഥാടനത്തിന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രമൊരുങ്ങി. ക്ഷേത്രത്തിലെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ ശ്രീരാമസ്വാമി ക്ഷേത്രം സന്ദർശിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ ഉണ്ടാകുകയെന്നും നാലമ്പല ദർശനത്തിനായി വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ച് യോഗങ്ങൾ ചേർന്ന് ഭക്തജനങ്ങൾക്കായുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായും MLA പറഞ്ഞു. നാലമ്പല ദർശനം നടക്കുന്ന 31 ദിവസ കാലയളവിൽ തൃപ്രയാറിൽ നിന്നും തുടങ്ങി കൂടൽമാണിക്യം ക്ഷേത്രം, മൂഴിക്കുളം ക്ഷേത്രം, പായമൽ ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ സ്പെഷ്യൽ KSRTC ബസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് MLA വ്യക്തമാക്കി. നാലമ്പല ദർശനം പഴയകാലം മുതൽ തന്നെ ചരിത്ര പ്രസിദ്ധമായ ഒരു ആചാര ചടങ്ങാണിത്. ആ ആചാര ചടങ്ങുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇവിടുത്തെ ദേവസ്വം ബോർഡുമായി ആലോചിച്ച് അവരുടെ പ്രതിനിധികൾ സമിതികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്ന് പരിശോധിക്കാനും ആവശ്യമായ അതിൻ്റെ പ്രത്യേക നിർദ്ദേശം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാനാണ് നമ്മുടെ സർക്കാരിൻ്റെ നിർദ്ദേശം. നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ആവശ്യമായ രീതിയിലുള്ള അവർക്ക് പോയി വരാനും ഇവിടെ എത്തിച്ചേരാനുമുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഈ അവസരത്തിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ട്രാൻസ്പോർട്ട് മന്ത്രിയുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരു അവസരം ലഭിച്ചത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ആവശ്യമായ സഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു തരും എന്നാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് 16-ാം തീയതി മുതൽ നമ്മുടെ ഈ പ്രദേശത്തു നിന്നും ഒരു ട്രാൻസ്പോർട്ട് വണ്ടി പുറപ്പെടാണ്. അപ്പോൾ അതിന് എല്ലാവിധ സഹായങ്ങളും നമ്മുടെ ഈ പ്രദേശത്തെ
ഞാൻ അതിനെക്കുറിച്ചുള്ള ടിക്കറ്റ് ചാർജിനെ കുറിച്ചും അതൊക്കെ നിയമപരമായ രീതിയിലുള്ള ടിക്കറ്റ് ചാർജൊക്കെ ഉണ്ടാവും. എന്തായാലും ഇവിടുന്ന് പോകുന്ന നമ്മുടെ മേഖലയിൽ നിന്ന് പോകുന്ന ആൾക്കാർക്കും സുന്ദരമായ ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് പരിശോധിക്കാൻ വന്നത്. എന്തായാലും ഇവിടുത്തെ ദേവസ്വത്തിനുമായി ബന്ധപ്പെട്ട പ്രസിഡന്റ് ഇവരൊക്കെ കൂടി ആലോചിച്ചപ്പോൾ തന്നെ വളരെ ഗുണകരമായ രീതിയിൽ മുൻകാലത്തേക്കെല്ലാം അപേക്ഷിച്ച് ഇപ്പോഴത്തെ സമയത്താണെങ്കിൽ വലിയൊരു മാറ്റം ആണ് നമ്മുടെ തൃപ്രയാർ അമ്പലം ആയിട്ട് ബന്ധപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ കേരള ചരിത്രത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നാലമ്പല ദർശനമാണ് നമ്മുടെ നാട്ടിക മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, തൃപ്രയാർ ദേവസ്വം മാനേജർ സുരേഷ് കുമാർ, KSRTC ടൂറിസം കോർഡിനേറ്റർ ഡൊമിനിക് പെരേര, ക്ഷേത്ര സമിതി അംഗം പുഷ്കരൻ എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിനോട് ചേർന്നുള്ള വിളക്കുമാടം സമ്പൂർണ്ണമായും പിച്ചള പൊതിയുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചു. നിലവിലെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പിച്ചള പൊതിഞ്ഞത്. നവീകരിച്ച വിളക്കുമാടത്തിന്റെ സമർപ്പണം തിങ്കളാഴ്ച വൈകിട്ട് 5:30 ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് നിർവഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, മെമ്പർമാരായ പ്രേംരാജ് ചൂണ്ടാലത്ത്, MP മുരളീധരൻ എന്നിവർ പങ്കെടുക്കും. റോഡിൽ വീണുകിടന്ന തെങ്ങിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച ബസ് ഡ്രൈവർ നിജിന്റെ മൃതദേഹം കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ പൊതുദർശനത്തിന് വച്ചു. നിരവധി പേരാണ് പ്രിയ സുഹൃത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത്. തൃശൂർ കാഞ്ഞാണി റൂട്ടിലോടുന്ന ബസിന്റെ ഡ്രൈവറായിരുന്നു മരിച്ച അരുമ്പൂർ കൈപ്പിള്ളി വലിയ പുരയ്ക്കൽ നന്ദന്റെ മകൻ നിജിൻ. ബസ് തൊഴിലാളികളും നാട്ടുകാരുമടക്കം അനവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. ജൂലൈ 8-നാണ് അരിമ്പൂർ എറവിൽ റോഡിന് കുറുകെ തെങ്ങ് വീണത്. പുലർച്ചെ ഇത് ശ്രദ്ധയിൽപ്പെടാതെ അതുവഴി ബൈക്കിൽ വന്ന നിജിൻ അപകടത്തിൽപ്പെടുകയായിരുന്നു. എടമുട്ടം ശ്രീനാരായണ സുദർശന സമാജം ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ലോക്കർ സമർപ്പണവും പുതിയ ആൽമരം നടീൽ കർമ്മവും നടന്നു. ഷഷ്ടി ദിവസം നടന്ന ചടങ്ങിൽ രാവിലെ മഹാഗണപതി ഹവനം, അഭിഷേകം, വിശേഷാൽ പൂജകൾ എന്നിവയുണ്ടായി. ക്ഷേത്രനടയിൽ ദേശീയപാതയ്ക്ക് സമീപമുണ്ടായിരുന്ന ആൽമരം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുറിച്ചു മാറ്റേണ്ടി വരുന്നതിനാലാണ് ക്ഷേത്രനടയിൽ പുതിയ ആൽമരം നട്ടത്. ക്ഷേത്രം മേൽശാന്തിമാരായ സന്ദീപ്, സുജയ് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ജിതേഷ് കാരയിൽ, സെക്രട്ടറി അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, ട്രഷറർ സലീൽ മുളങ്ങിൽ, വൈസ് പ്രസിഡന്റ് സുമോദ് എരണേഴുത്ത് എന്നിവർ ചേർന്ന് പുതിയ ആൽമരം നട്ടു. ക്ഷേത്രം ജോയിന്റ് സെക്രട്ടറിമാരായ രഞ്ജൻ എരുമത്തുരുത്തി, അജിത് കാരയിൽ, സുനിൽ അണക്കത്തിൽ, ജിനൻ വാഴപ്പള്ളി, ഭരണസമിതി അംഗങ്ങൾ, സമാജ മെമ്പർമാർ, ശാഖാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. മറ്റുള്ളതെല്ലാം വേറെ ഏതെങ്കിലും ഒരു ഇതിലേക്ക് മാറി ഈ ആല് വെട്ടാനുള്ള ഒരു ഇത് ഭഗവാൻ ആ വൃക്ഷരാജനായിട്ടുള്ള ആ ആൽമരം നമ്മൾക്കത് അനുവാദം തരണമെന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ഷഷ്ടി ദിനത്തിൽ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 ചടങ്ങുകളാണ് നമുക്കിവിടെ നടത്താൻ സാധിച്ചത്. ഒന്ന്, പ്രധാനമായിട്ട് നമ്മൾ രാജവീതിയോടനുബന്ധിച്ച് നമ്മുടെ ആല്, അതിൻ്റെ ആവാഹനം നമ്മൾ നടത്തിക്കൊണ്ട് വേറെ ആല് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ നടത്തി. നമ്മുടെ ക്ഷേത്രത്തിലെ ആഭരണങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു ലോക്കർ നമ്മളിവിടെ ഏറെ കാലത്തെ ആഗ്രഹം സഫലമായിരിക്കുന്ന ഒരു ദിവസമാണ്. ഇടവേള. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ്, തൃപ്രയാർ.
അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കെയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കെയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES, അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ലോക ജനസംഖ്യാ ദിനാചരണം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്ധ്യ മനോഹരൻ അധ്യക്ഷയായി. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PA സഫീർ ലോക ജനസംഖ്യാ ദിന സന്ദേശം നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ AI മുഹമ്മദ് മുജീബ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് റീന ക്ലാരൻ എന്നിവർ വിഷയാവതരണം നടത്തി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TS സബീന, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ സീനത്ത് BV, KB രമ്യ, PD വനജ, EK ഷീല, KG രേവതി, EV സുനിത എന്നിവർ പ്രസംഗിച്ചു. പല രീതിയിലും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. കഴിഞ്ഞ കോവിഡ് കാലം, എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിലകപ്പെട്ട ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടിയ ഒരു കാലഘട്ടം കോവിഡ് കാലമായിരുന്നു. എല്ലാവർക്കും അറിയാം. അത് തമാശ രീതിയിൽ മാത്രം പറയുന്നതല്ല, അതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കൂടി ഞാൻ ഇതോടൊപ്പം തന്നെ പറയുകയാണ്. നമ്മുടെ രാജ്യത്ത് ഏകദേശം എനിക്ക് തോന്നുന്നത് 8.2 ബില്യൺ. ഒരു ബില്യൺ എന്ന് പറയുന്നത് 100 കോടിയാണ്. അതായത് 800 കോടിയിലധികം
ജനങ്ങൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ 2011 നടന്നിട്ടുള്ള ഒരു സെൻസസ് ആണ്. സെൻസസ് എല്ലാവർക്കും അറിയാലോ. ജനങ്ങളുടെ എണ്ണം കണക്കിലെടുക്കുന്ന ഒരു രീതിയെ പറയുന്നതാണ് നമ്മൾ സെൻസസ് എന്ന് പറയുന്നത്. തളിക്കുളത്തെ റോഡുകൾ അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തളിക്കുളം മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി K. ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷനായി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിൻഡ സുഭാഷ് ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുമന ജോഷി, ജീജ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ, പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK അബ്ദുൽ ഖാദർ, കോൺഗ്രസ് നേതാക്കളായ വിനോദൻ നെല്ലിപ്പറമ്പിൽ, AC പ്രസിഡന്റ് ഷീജ രാമചന്ദ്രൻ, ഹിറോഷ് ത്രിവേണി, CV ഗിരി, ഗഫൂർ തളിക്കുളം എന്നിവർ സംസാരിച്ചു. തളിക്കുളം പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതായിട്ട് മാസങ്ങളായി. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളുടെയും ഇരുവശവും യന്ത്രങ്ങൾ ഉപയോഗിച്ച് പൊളിക്കുകയും പൈപ്പിടൽ പ്രവൃത്തി ചെയ്യുകയും ചെയ്തതിനാലാണ് റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതായത്. ജലജീവൻ മിഷനും വാട്ടർ അതോറിറ്റിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പുവെച്ച ത്രികക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിൽ 2 വർഷം മുമ്പ് 50ഓളം റോഡുകൾ റീസ്റ്റോറേഷൻ ചെയ്യുന്നതിനായി 6,40,00,000 രൂപ ഗ്രാമപഞ്ചായത്തിന്റെ അക്കൗണ്ടിൽ ജലജീവൻ മിഷൻ നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ ഇവയൊന്നും റീസ്റ്റോറേഷൻ പ്രവൃത്തികളുടെ ടെൻഡർ നടപടികളോ മറ്റോ പൂർത്തീകരിക്കാത്തതിനാൽ റോഡുകളിൽ എല്ലാം വലിയ കുഴികൾ രൂപപ്പെടുകയും മഴവെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയുമുണ്ടായതെന്ന് സമരക്കാർ പറയുന്നു. കുറേ നാളുകളായി തകർന്നടിഞ്ഞ് ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന റോഡുകൾ പിന്നീട് ജലജീവൻ പദ്ധതി വന്നപ്പോൾ ആ തകർച്ചയ്ക്ക് ഒന്നുകൂടി ആക്കം കൂട്ടി. അതുമാത്രമല്ല, അതോടൊപ്പം തന്നെ മൺസൂൺ വന്നു. സ്വാഭാവികമായി മൺസൂൺ കാലഘട്ടത്തിലുണ്ടാകുന്ന വെള്ളക്കെട്ടും അതുപോലെയുള്ള വിഷയങ്ങളും ഈ പ്രദേശത്തെ ഈ ഗ്രാമീണ മേഖലയിൽ സഞ്ചരിക്കുന്ന, നേരത്തെ സുമന സൂചിപ്പിച്ചതുപോലെ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കും കാൽനട യാത്രക്കാർക്കുമൊക്കെ നടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. മണിച്ചിത്രത്താഴ് സിനിമയിലെ കുതിരവട്ടം പപ്പുവിൻ്റെ റോഡ് നമുക്കറിയാം. അതുപോലെയാണ് ചവിട്ടിൽ ചെമ്പരത്തിപ്പൂ വെച്ച് വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് ചാടിപ്പോകേണ്ട സ്ഥിതിയിലേക്ക് നമ്മുടെ ഗ്രാമീണ മേഖലയിലെ റോഡുകൾ മാറിയിരിക്കുന്നു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ അപകടകരമായ രീതിയിലുള്ള വലിയ കുഴിയിൽ കോൺഗ്രസ് മണലൂർ കമ്മിറ്റി പ്രതീകാത്മകമായി മത്സ്യകൃഷി ഇറക്കി പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം DCC സെക്രട്ടറി VG അശോകൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, സോമൻ വടശ്ശേരി, ജോസഫ് പള്ളിക്കുന്നത്ത്, ഷാലി വർഗീസ്, AU പോൾ എന്നിവർ സംസാരിച്ചു. രാത്രിയിൽ നിരവധി പേരാണ് ഈ കുഴിയിൽ വീണ് അപകടത്തിൽ പെടുന്നത്. മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികൾ തെരഞ്ഞെടുപ്പിലൂടെ വിജയിപ്പിച്ച ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. വലപ്പാട് ASI ഭരതനുണ്ണി ഉദ്ഘാടനം ചെയ്തു. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D. ദാസ്, CFO ഫിഡൽ രാജ്, പ്രിൻസിപ്പാൾ മിൻഡു P. മാത്യു, അധ്യാപകരായ സതീഷ്, ഷാനവാസ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ ക്യാപ്റ്റൻ ജയവർദ്ധൻ, സ്കൂൾ വൈസ് ക്യാപ്റ്റൻ ഹൃതിക എന്നിവർക്ക് പ്രിൻസിപ്പാൾ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. സ്കൂളിലെ കായിക അധ്യാപിക ഐശ്വര്യയുടെ നേതൃത്വത്തിൽ കുട്ടികൾ മാർച്ച് പാസ്റ്റ് നടത്തി. നല്ലൊരു ക്ലൈമറ്റ് അല്ലേ? നമ്മൾ പ്രകൃതി പോലും നമ്മുടെ കൂടെ നിൽക്കുകയാണ്. എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ. സ്കൂളിലേക്ക് വന്നപ്പോൾ തന്നെ നല്ലൊരു ഇമ്പ്രഷനാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളധികം പോലീസുകാർ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ സ്കൂളിലേക്ക് അധികം വരേണ്ടി വന്നിട്ടില്ല. അതിന് കാരണം ഈ സ്കൂളിൻ്റെ ഡിസിപ്ലിനും ഇവിടുത്തെ മാനേജ്മെൻറ്റും തന്നെയാണ്. To be frank, this is one of the best schools we have in our limit. One of the best. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പോലീസ് എന്നുള്ള നിലയ്ക്കുള്ള പ്രസൻസ് അധികം ഇവിടെ വേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഇന്നത്തെ സെറിമണി എന്ന് പറയുന്നത് നമ്മളെ സ്കൂളിലെ കുട്ടികളിൽ തന്നെ ലീഡേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുത്തു. അവർ ഇപ്പോൾ ഒരു ക്ലബിൻ്റെയോ ഒരു ക്ലാസിൻ്റെ ലീഡേഴ്സാണ്, സ്കൂളിൻ്റെ ലീഡേഴ്സാണ്. അന്നിക്കാട് ഹൈസ്കൂളിൽ ഈക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ വിത്ത് പന്തേറ് നടത്തി.
കേരള വനം വന്യജീവി വകുപ്പ് റിട്ടയർഡ് റേഞ്ച് ഓഫീസർ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബോധവൽക്കരണ ക്ലാസ് നടത്തി. PTA പ്രസിഡന്റ് സജീഷ് മാധവൻ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ഷില്ലി, PTA വൈസ് പ്രസിഡന്റ് NT ഷജിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രകൃതി നടത്തത്തിലൂടെ കാവ്, കുളം തുടങ്ങിയ ആവാസ വ്യവസ്ഥകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. കുട്ടികൾ നിർമ്മിച്ച വിത്ത് പന്ത് ഒഴിഞ്ഞ പറമ്പുകളിൽ എറിയുകയും ചെയ്തു. പുഴയില്ലെങ്കിലും പുഴയേക്കാൾ വലിയൊരു സാധനം ഇവിടെ ഉണ്ട്. എന്താണ്? ചില സമയത്ത് നെൽപ്പാടവും ചില സമയത്ത് കായൽ പോലെ അല്ലേ? ഉപ്പുവെള്ളമാണോ? ശുദ്ധവെള്ളമല്ലേ? നമ്മൾ കായലില് അല്ലെങ്കിൽ ഈ കോളില് പോയിട്ട് വെള്ളം കുടിച്ചു നോക്കിയില്ല, ഉപ്പ് രസം ഉണ്ടാവില്ല. ഇപ്പൊ കുടിക്കണ്ട, കോളറയും വരും ചിലപ്പോ. നെൽപ്പാടം കണ്ടുണ്ടല്ലേ? തെങ്ങുണ്ട്, മാവുണ്ട്, ഉണ്ടോ? കാട് പോലെയുണ്ട. പക്ഷെ ഇന്ന് നമ്മൾ പോയ സ്ഥലത്ത് ഒരു ചെറിയ കാട് പോലെ കണ്ടില്ലേ? കുറെ മരത്തിന്റെ വള്ളികൾ കണ്ടു ഇല്ലേ? മണലൂർ സെയിന്റ് തെരേസസ് UP സ്കൂളിൽ ഹരിതസമേതം പദ്ധതിയുടെ ഭാഗമായി ഹരിത ക്ലബിന്റെ നേതൃത്വത്തിൽ വിത്ത് പന്തേറ് നടത്തി. പ്രകൃതിയിലെ പച്ചപ്പ് തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാലയത്തിലെ കുട്ടികൾ തയ്യാറാക്കിയ വിത്ത് ബോളുകൾ പ്രധാനാധ്യാപിക സിസ്റ്റർ വിന്നി, PTA പ്രസിഡന്റ് സിജോ മാത്യു, MPTA പ്രസിഡന്റ് KP പ്രവീണ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രകൃതിയിലേക്ക് സമർപ്പിച്ചു. പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയിലേക്ക് ഇറങ്ങുക എന്ന സന്ദേശം വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു. നാട്ടിക വെള്ളാഞ്ചേരി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഊണുങ്ങൾ കണാതിക്കുട്ടിയുടെ മകൻ ദാസൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. ഭാര്യ ചന്ദ്രിക, മക്കൾ മേഘ, ലയ, ശ്രേയ. പ്രധാന വാർത്തകൾ വീണ്ടും. മാരക മയക്കുമരുന്നുകളുമായി കുപ്രസിദ്ധ ഗുണ്ട തളിക്കുളത്ത് പോലീസിന്റെ പിടിയിലായി. കണ്ടശങ്കടവ് പാലത്തിനോട് ചേർന്ന റോഡിലെ മരങ്ങൾ അപകട ഭീഷണിയാകുന്നു. നാലമ്പല തീർത്ഥാടനത്തിന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രമൊരുങ്ങി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.